വലിയ ഒരെണ്ണം വരുന്നു. ഇല്ല 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 എടാ മുകളോട് കയറി. കുഞ്ഞിന് ശ്വാസം കിട്ടിയില്ലേ? വായിലായോ? എന്നിട്ടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അപ്പായിക്കല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ കുഞ്ഞിന്നിട്ട്? ആലപ്പുഴയിലെ ഒരു എന്തുവാ നമ്മൾ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. കാരണം ഞാൻ ആലപ്പുഴയിലെ മെയിൻ ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബീച്ചുള്ള കാര്യം ഞാൻ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടുമില്ല, ഞാൻ പോയിട്ടുമില്ല. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. ആ ബീച്ചിന്റെ പേരെന്താ? മാരാരിക്കുളം ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം മാരാരിക്കുളം ബീച്ചില് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിന്റെ മണൽത്തരികള് സ്വർണത്തിന്റെ ഒക്കെ പോലെയാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആദ്യം ഞാൻ കാണുന്നത് പറഞ്ഞാല് അമ്മ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയാണ് പറയുന്നത് ഇങ്ങനെ ഒരു ബീച്ചുണ്ട്, അപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ആ ഒരു ബീച്ചിലോട്ട് പോവാണ്. അതെ, അപ്പം അപ്പം നമുക്ക് നേരെ ബീച്ചിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ബീച്ചിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുറേ വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ വെച്ചു. എന്തോ ചെയ്യുവാ? എന്തോ ചെയ്യുവാ? അതമ്മ അതാ വളയൊക്കെ ഊരുന്നു. അല്ലേ വാച്ചു? അല്ലേ വളയില്ലേലും പ്രശ്നമൊന്നുമില്ല അല്ലേ വാച്ചു? അല്ലേ വാച്ചു? അല്ലേ നമുക്ക് തലയില് ഹെയർ ബാൻഡ് ഒന്നും ഇല്ലേലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? അല്ലേ വാച്ചു? അല്ലേ നമുക്ക് ബാൻഡോ അല്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കെട്ടിക്കാൻ സമയമാകുമ്പോൾ ഇതുപോലെ പറഞ്ഞാൽ മതിയായിരുന്നു ഈ വാച്ച്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഒരു ഹൗസ് ബോട്ടിന്റെ ഒരു കടയല്ലല്ലോ, കടയല്ല, പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. പള്ളാത്തുരുത്തി എന്താണ്? പള്ളാത്തുരുത്തി. ആ പാലം കയറുകയാണ് നമ്മള് കേട്ടോ. അടിപൊളി പാലമാണ്. ഇവിടെ ഈവനിങ്ങിൽ ഒരു 5-5:30, അതായത് സൺസെറ്റിന് തൊട്ട് മുമ്പുള്ള സമയം പറഞ്ഞു. ഇത് രസമാണെന്ന് പറയാം ഇവിടുത്തെ സൺസെറ്റ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ സൺസെറ്റ് നല്ല പൊളിയായിരിക്കും. ആ വരുന്ന ആളുണ്ടോ? കണ്ടു. പൊളി പൊളി പൊളി. പക്ഷെ പണ്ടൊക്കെ വരുമ്പോ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇത്രയും വീണ്ടും എന്റെ പൊന്നു. ഇതിപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോ ഇല്ല, പണിയൊന്നുമില്ലേ? പോലീസ് മാമാർ എപ്പോ ഉണ്ടോ അവിടെ?
കണ്ടോ ഇവിടുത്തെ പ്രത്യേകത ഈ വഴിയിലെല്ലാം നല്ല മീന് ഉണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടോ, നല്ല കൊഞ്ച് കരിമീന്, നമ്മളെ കായൽ മീന് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. കൊഞ്ചുണ്ടോ അവിടെ? അല്ല വലിയ കൊഞ്ചിരിക്കുന്നുണ്ടോ? Wow my god guys കൊഞ്ച് ഗായ്സ്. നമുക്ക് ഇവിടുന്നേ വെട്ടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കരിക്കിന്റെ ഒത്തിരി ഇതുണ്ട് കേട്ടോ ഗായ്സ്. ഇവിടെ കരിക്കുണ്ട് ഗായ്സ്. ഞാനിപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട്, കുറെ നേരം നോക്കിയിരുന്നു എടുക്കാൻ വേണ്ടി. അമ്മ ആയിപ്പോയി. മര്യാദക്ക് പറഞ്ഞത് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കാൻ. അപ്പൊ വേണ്ട വരുമ്പോ അവിടുന്ന് ഇങ്ങനെ വരുവേ അപ്പൊ എടുത്താ ഓൺ ചെയ്ത് റെക്കോർഡ് അമർത്തിയില്ല. ഗേറ്റ് തുറക്കണം കേട്ടോ. അവസാനം ക്യാമറ ഓൺ ചെയ്തു, റെക്കോർഡ് ചെയ്തു. അപ്പളേ അമ്മയോട് പറഞ്ഞ ഭയങ്കര വേലായിരിക്കും. ഞാൻ ഇവിടെ എറിക്കിനോട് പറഞ്ഞതാണ് നല്ല വെയിലായിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാ. ഇവാച്ചു പറ, അമ്മ പറഞ്ഞതാണോ അല്ലയോ? വെയിലുണ്ട് അമ്മ പറഞ്ഞല്ലേ, ചിക്കു ചാച്ച പറഞ്ഞല്ലേ വെയിലുണ്ട്. അമ്മയോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പൊ എന്തുവായിരുന്നു? അയ്യോ വെയിൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പണ്ട് മുതലേ എന്തോ വെയിലിനൊക്കെ പ്രതിരോധം. അതെ, ബീച്ചിൽ കളിച്ചു വരുന്നതാ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ആയിരിക്കും. വെള്ളാലയിന്റെ പുറത്ത്. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ആ ബീച്ചിൽ ആളൊന്നുമില്ല കേട്ടോ. അപ്പം ഉള്ള ആളൊന്നുമില്ല. അപ്പം ഇവിടെ മറ്റേ പ്രൈവറ്റ് ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറ്റേ ഇവിടെ റിസോർട്ടിൽ താമസിക്കുന്നവർക്കാന്ന് തോന്നുന്നു, അതൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. വണ്ടി അങ്ങ് അറ്റത്താക്കിയത്. സൂപ്പർ ബീച്ചാണ്. എന്താ ചോദിച്ചു? നല്ല സുഖമില്ലെന്നോ? ആളൊന്നുമില്ലല്ലോ. മൽപ്പാൻ മൽപ്പാൻ ഞാനും കൂടെ. ആഹാ നല്ല സുഖം. അപ്പാ ചെരുപ്പ്. പൊളി.
വന്നില്ല, പിന്നെ ഓടുന്നു. ഇതൊക്കെ നല്ല തിരയുള്ള സ്ഥലമാണ്. അപ്പം പക്ഷേ ലൈഫ് ഗാർഡ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. പൊളി 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 പൊളി. ഞാൻ ആ ചെരുപ്പൊന്നും ഊരാ. അപ്പം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറയൂ. ചാർക്കോളല്ലേ? ഓ നല്ല തിരയായിരുന്നല്ലോ പഠിച്ച്. സോറി ഫ്രണ്ട്സ്. കാണാൻ അവിടെ കണ്ട് തിര അടിയെന്നറിയാമോ? ഓ വലിയൊരു തിരയാ വരുന്നത്. ഓ മൈ ഗോഡ്, പൊളി പൊളി. എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള കാര്യമാണ്. നല്ല തിരയല്ലേ ഇവിടെ? ഭയങ്കര തിരയാ. വെച്ചു അങ്ങനെയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു പറയുമ്പോ ഒരു ഇതിരിക്കട്ടെ. ിന് പേടിയാണ്. പണ്ടൊന്നും പേടിയില്ലായിരുന്നു, ഇപ്പൊ പേടിയാണ്. വലിയൊരു തിരയാണ് വരുന്നത്. അങ്ങോട്ട് പേരെഴുതി പറ്റിയില്ല. ജസ്റ്റ് ന്യൂസാണ്. ജസ്റ്റ് ന്യൂസ് അല്ല, ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ കൂടുവല്ലേ. എന്നാ പറ്റി? എന്താ പറ്റി? എന്നാ പറ്റി? വാ വെച്ചത്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നേ?
കാര്യം ഈ താഴോട്ട് പോകുമ്പോഴേ നമ്മളെ പുറകോട്ട് വലിക്കും. നമ്മളത് പുറകോട്ട് ആ വെള്ളം പോകുന്നതിന്റെ പിടിക്കട്ടെ. പിടിച്ചില്ല അങ്ങ് പോവാം. അത് വീട് ഗാഡിച്ച വരുന്നുണ്ട്. ഇരിക്കാൻ പറ്റാത്തതിനാ കരഞ്ഞത്. വലിയ ഒരെണ്ണം വരുന്നു. ഇല്ല 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 എടാ മുന്നോട്ട് കയറിക്കോ. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോ? വാച്ചു ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഏയ് അവിടെ അങ്ങനെ ഇരിക്കലടാ. വെള്ളം കുടിച്ചു പോയോ? വായു വെള്ളമായോ? വായു വെള്ളമായോ? അങ്ങോട്ട് നോക്കട്ടെ. കാണിച്ചേ, ആ കാണിച്ചേ. വായു വെള്ളമായോ? പോലെ അവിടേക്ക് പോലെ കൈ കഴുകണ്ടേ ബാബാ? സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ മൂക്കിലോട്ടൊക്കെ അടിച്ചു കയറി. കൊറേ പെറുക്കി വെച്ചിട്ടില്ല.
തീർന്നപ്പാ അതിർത്തി കടന്ന ഒരാൾ വന്നിട്ടുണ്ട്. ആള് കടന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കാം? എന്ത് ഏതായാലും അപ്പാ അതെന്തോ ചെടിയാ. ഓ ചെടി. എന്താ ചോദിച്ചു? എന്തുവാ ചെയ്യുന്നേ? പറ. അതിനെന്തുവാ? അവിടെയും പാമ്പാണോ? പാമ്പ്. അയ്യോ ദൈവമേ. ഇടി. ആരാടി? എന്ത് പറ്റി? കൊച്ചിനെ വെള്ളത്തിൽ ചെയ്യാം. കൊച്ചു പാവം. നമ്മൾ മനസ്സിലാക്കുന്നൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ എവിടെ വന്നാലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ നമ്മളുണ്ടാകും. കണ്ടോ? ഇതെന്താ അറിയാം? ഇത് നമ്മളിവിടെ വന്നെന്നുള്ളതിൻ്റെ ഒരു സാധനമാണ് അല്ലേ? ഇതൊക്കെ വാച്ചിന്റെ സിഗ്നേച്ചർ കാണിച്ചു കൊടുക്കും. ഇതാ ഈ വാച്ചിന്റെ സിഗ്നേച്ചറായി. ചേട്ടൻ്റെ ട്രാവൽസിന്റെ പേരൊക്കെ ഒന്ന് പറയൂ. എൻ്റെ ട്രാവൽസിൻ്റെ പേര്, ഞാൻ ട്രാവൽസ് സ്വന്തമായിട്ട് നടത്തുന്നതല്ല, എറണാകുളത്തുള്ളൊരു ട്രാവൽസ് ആണ് അവർക്ക് നമുക്ക് ഓട്ടം തരുന്നത്. അവരുടെ അടുത്ത് നിന്ന് ഓട്ടം എടുത്ത് നമ്മൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് കറങ്ങുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലയിൽ. ഓക്കെ. ബസ്സാണോ? ബസ്സല്ല, കാറ് തന്നെ. പേര്? എൻ്റെ പേര് സജി എന്നാണ്. അപ്പോൾ നിങ്ങൾ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ടൂർസ് ആൻഡ് ട്രാവൽസിൽ പോയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെങ്കിൽ പറയുക. ചേട്ടൻ്റെ പേര് സജി എന്നാണ്. ട്രാവൽസിൻ്റെ പേര് റെയിൻ ട്രീ ഹോളിഡേയ്സ്. അപ്പോൾ റെയിൻ ട്രീ ഹോളിഡേയ്സ് എന്നാണ് ട്രാവൽസിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നേരെ ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും.
പറ പ്രളയ സമയത്ത് ഗ്രീൻ ആണോ അതോ പിങ്ക് വേണം? പിങ്ക് എടുക്കാം. പിങ്കിൻ്റെ ഇഷ്ടമുള്ള കളറല്ല. ചേച്ചി ഒരെണ്ണം എടുത്തേ. പ്രളയത്തിന്റെ സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു ചെങ്ങന്നൂരൊക്കെ. വെള്ളമായിട്ട് തിരുവല്ലയിൽ വന്നിറങ്ങി. അപ്പുറത്തെ സ്ഥലത്തിന്റെ പേരാണ് ചെങ്ങന്നൂര്. മലയൊക്കെ ആയിട്ട് അല്ലല്ല വെള്ളം വന്നില്ലേ, വെള്ളം അയ്യോ ഓ അതൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ വന്നാൽ ഡേഞ്ചർ ആയിരുന്നു. ഈ 3 നില കെട്ടിടത്തിനൊക്കെ മുകളിൽ നിന്ന് ആളായിരുന്നു. ടെറസൊക്കെ കൊണ്ടേ വെള്ളം നിർത്തിക്കൊണ്ട് കേട്ടോ പറഞ്ഞാൽ മനസ്സിലായോ? പ്രളയത്തിന്റെ സമയത്ത് ഇവിടുന്ന് വള്ളമായിട്ട് അവിടെ വന്ന് രക്ഷപ്പെടുത്താൻ പ്രവർത്തനം. അത് ഭയങ്കര ഒത്തിരി പേര് അല്ലേ? തിരുവല്ലയിൽ വെള്ളം ഇറക്കിയിട്ട് അവിടെ നിന്ന് തെക്കോട്ട് ആ റോഡൊക്കെ ഫുള്ളല്ലേ. അതെ 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 നമ്പർ സേവ് ചെയ്തു. ബൈ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദൂരമൊക്കെ എത്തി. നമ്മൾ അവിടെ നിന്ന് വന്നു കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു കരിക്കിൻ്റെ കട കണ്ടു. ഇപ്പോൾ നമ്മൾ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കരിക്കാണ്, അടിപൊളി കരിക്കാണ്. പൈ കൊടുക്കട്ടെ. വേഗം കുടിക്കി. അവിടെ പോയി പറ, അവിടെ പോയി കുടിക്കാൻ പറ. അവിടെ കുടിക്കാം പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ കുടിക്കുവാണ്. മീനുണ്ട് കേട്ടോ ഈ ടൈമില് ശരിക്കും. കൊള്ളാം, അടിപൊളി. ശെൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, ആടിപ്പോയാണ്. പറയാ അതന്നെ എന്റെ മോനെ. നമ്മളിപ്പോൾ കരിക്ക് കുടിക്കാൻ വന്നിട്ട് മറ്റേ പുള്ളിയെന്നല്ലേ ഈ ബുള്ളറ്റ് കരിക്കൊക്കെ കഴിച്ചിട്ട് നിങ്ങളിങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഓക്കേ അല്ലേ? മറ്റേ പുള്ളി അങ്ങനല്ലേ? ഈ ബുള്ളറ്റുകാരെങ്ങനെയാ? കുളിച്ചോണ്ട് വാ. മറ്റേ എന്തോ ഇതിന്റെ പേര് കച്ചിയല്ലേ? കച്ചി കൊണ്ടുപോവാണ്. കാരണം ഇപ്പം പുൽക്കൂടൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഈ ഇത് സാധനം ഇതെന്തോ കച്ചോ കച്ചി. ഇതിപ്പോ നമ്മൾ ഇന്നത്തെ ട്രിപ്പിന്റെ സംഭവം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സാധനം എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ എടുക്കുകയാണിത്. നമ്മൾ എന്താ ചെയ്യുന്നത് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക്. ഓക്കെ അവിടെ ഇരുന്നില്ലേ ബീച്ചിലിരുന്നപ്പോ എന്താ സംഭവിച്ചേ? കുഞ്ഞിന് ശ്വാസം കിട്ടിയില്ലേ? ഇവിടെ എങ്ങോട്ട് നോക്ക്. അപ്പായിട്ട് പറ. വായിലായോ?
എന്നിട്ടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അപ്പായിക്കല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ കുഞ്ഞിന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ കഴിഞ്ഞ് ഞാൻ എങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേ? കുഞ്ഞെങ്ങനെ കരഞ്ഞെങ്ങനെ? എന്നിട്ട് ദേഷ്യം പിടിച്ചോ? കുഞ്ഞെങ്ങനെ ഓടിപ്പോയല്ലേ? ദേഷ്യം പിടിച്ചോ? എങ്ങനെ ദേഷ്യം പിടിച്ചേ? അങ്ങനെ മുകളിലോട്ട് ഓടിയതല്ലേ നിങ്ങള്? കുഞ്ഞ് ആരോട് ദേഷ്യം പിടിച്ച? കടലിനോടോ? ബീച്ചിനോട് ദേഷ്യം ഇങ്ങോട്ട് പിടിച്ചേ? നോക്ക്, എന്നോടല്ലേ പറയുന്നത്? അപ്പായനോട് പറഞ്ഞു. ബീച്ചിനോട് എങ്ങനെയാ കുഞ്ഞ് ദേഷ്യം പിടിച്ചേ? ഇവിടെ നോക്കി പറ. നീ അത് കഴിഞ്ഞ് പിന്നെയും പോയി കുഞ്ഞ് വെള്ളത്തിൽ ഇരിക്കാൻ അല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. ഇഷ്ടമാ വെള്ളത്തിൽ ഇരിക്കാൻ. ആ ഉപ്പ് വെള്ളത്തിന്റെ സോറി ആ കടൽ വെള്ളത്തിന്റെ രുചി എന്തായിരുന്നു ഈ വാച്ചു? ടേസ്റ്റ് എന്ത് ടേസ്റ്റ് ആയിരുന്നു? ടേസ്റ്റ് എന്തായിരുന്നു? നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്ത് ടേസ്റ്റ് ആയിരുന്നു? മധുരമായിരുന്നു. മധുരമായിരുന്നു അടി. അത് ഉപ്പാണ്. അത് ഉപ്പായിരുന്നു. ഉപ്പ് നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? ഉപ്പ് നിനക്ക് ഇഷ്ടമാണോ? പിന്നെ നമ്മളൊരാളെ കണ്ടില്ലേ അവിടെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നേ? അതിന്റെ പേരെന്നായിരുന്നു ചോദിച്ചു? ബീച്ചില് ഇങ്ങനെ 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 ഓടിപ്പോയില്ലേ? അതെന്താ ചോദിച്ചു പോണേ? ഫ്ലോറസന്റ് പച്ചക്കടം. കൈതപ്പുഴ കായലിലെ അപ്പൊ ഇത് കൂടെ ആക്കിക്കേ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ, അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും കൂടെ ഞെക്കുക. അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ 6ന്റെ ടേബിൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മുടെ ബീച്ച് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇവാച്ചുവേ ഉറങ്ങിയോ? വിവാച്ചു ഉറങ്ങിപ്പോയി. അല്ലായിരുന്നെങ്കിൽ വിവാച്ചുവിൻ്റെ ഒരു ഇതെടുക്കായിരുന്നു. അപ്പം ഇതിൽ ഹൈലൈറ്റ് മോമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ആ വെള്ളമൊക്കെ അടിച്ച് മുഖത്തോട്ട് അടിച്ച് കയറിയതൊക്കെ ആയിരുന്നു. അതൊക്കെ ആയിരുന്നു അടിപൊളി അല്ലേ? അപ്പാ എന്തായിരുന്നു അന്നത്തെ ട്രാവലിനെ കുറിച്ച് ഒരു അടിപൊളിയല്ല, നിന്ന് താർത്തില്ലേ? ഗംഭീരമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അച്ചു ഉറങ്ങിപ്പോയി. കളർക്കാണ്. അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ലൈക്ക് ചെയ്യണം. ശരിക്കും പറ. നീ പൊക്കോ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ